മലയാളി മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ നടി നിവേദിത. സിനിമകളിലൂടെയും സീരിയലുകളുടെയും താരം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത്. തുടക്കകാലത്ത് സിനിമകളിൽ വേഷമിട്ട താരം പിന്നീട് സീരിയൽ രംഗത്താണ് കൂടുതൽ തിളങ്ങിയത്. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്നെങ്കിലും വീണ്ടും അഭിനയ രംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തി. ഇപ്പോൾ താരം ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്യുന്ന സ്വാന്തനം എന്ന സീരിയൽ അഭിനയിച്ച് വരികയാണ്. സീരിയലിലെ നിവേദിതയുടെ നന്ദിത എന്ന കഥാപാത്രം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടത് കഴിഞ്ഞു. എനിക്ക് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. വർഷങ്ങൾക്ക് മുമ്പ് 8 സുന്ദരികളെ ഞാനും ഒരു സീരിയൽ ചെയ്തിരുന്നു. ഇതിലെ പരിമളം എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും പ്രേക്ഷകർ എൻ്റെ കഥാപാത്രം ഓർത്ത് ഇരിക്കുന്നുണ്ട്. അടുത്തിടെ ചിലർ എന്നോട് സംസാരിക്കാനും പരിചയപ്പെടാനുമെല്ലാം വന്നത് പരിമളം അല്ലേയെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഏഷ്യാനെറ്റിൽ സ്വാന്തനം 2 അഭിനയിക്കുന്ന നന്ദിത എന്ന കഥാപാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. മിത്ര എന്ന കഥാപാത്രത്തിൻ്റെ അമ്മവേഷമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സൗമ്യതയുള്ള കഥാപാത്രം, അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്ന് സീരിയൽ മേഖലയെക്കുറിച്ച് സംസാരിക്കുകയെ നടി പറഞ്ഞത്. അച്ഛൻ്റെ നാടകത്തോടും സിനിമയോടുമുള്ള താല്പര്യമാണ് നിവേദിതയെ അഭിനയത്തിലേക്ക് വരാൻ ഒരു തരത്തിൽ പ്രേരിപ്പിച്ചത്രേ. അച്ഛന് നാടകം, ഫിലിം സൊസൈറ്റി എന്നൊക്കെ താല്പര്യമുണ്ട്. മാത്രമല്ല അച്ഛൻ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സിനിമക്കാരുമായി ബന്ധമുണ്ട്. MT വാസുദേവൻ സാറിൻ്റെ വഴിക്കുഴിയായിരുന്നു എൻ്റെ ആദ്യ സിനിമ. ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ്. അന്ന് തൊട്ട് ഉള്ളിൽ കയറിയതാണ് അഭിനയമോഹം. അച്ഛൻ സ്വന്തമായി നാടകം പൈസ മുടക്കി ചെയ്യുമായിരുന്നു. അത്തരം നാടകങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. കുടുംബത്തിലെല്ലാവരും ക്രിക്കറ്റ് പ്രേമികളാണെന്ന് നിവേദിത പറയുന്നു. ക്രിക്കറ്റ് ഇഷ്ടമാണ് എൻ്റെ മൂത്തയേട്ടന്. ക്രിക്കറ്റ് ഇഷ്ടമാണ് പ്ലെയറുമാണ്. റൈറ്റ് ഹാൻഡ് ബൗളും ലെഫ്റ്റ് ഹാൻഡ് ബൗളും ബാസ്റ്ററുമാണ് ചേട്ടൻ. കോളേജിലെ ക്യാപ്റ്റനായിരുന്നു ചേട്ടൻ. 2 ക്രിക്കറ്റ് കമൻ്ററി വീട്ടിൽ വെക്കുമായിരുന്നു. അത് കേട്ട് എനിക്കും ശീലമായി. അങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഏറ്റവും വലിയ ഫാമിലിയാണ്. അങ്ങനെ കളിച്ച് വളർന്നാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ വളരെ എത്തിയത്. എന്നേക്കാൾ ഇളയതാണെങ്കിലും പോലും ശ്രീശാന്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒന്നിനും തോറ്റുകൊടുക്കില്ല അവൻ. തീയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവൻ ശ്രീശാന്ത് 7ൽ പഠിക്കുകയാണ്. ഞാനാണ് അവനെ ക്രിക്കറ്റ് പരിശീലിക്കാൻ ചേർത്തത്. ആദ്യമായി ബാറ്റ് മേടിച്ചു കൊടുത്തത് ഞാനാണ്. ഇപ്പോഴും അവൻ്റെ കയ്യിൽ അതുണ്ടെന്ന് നിവേദിത കൂട്ടിച്ചേർത്തു. ഒത്തുകളി വിവാദത്തോടെയാണ് ശ്രീശാന്തിൻ്റെ കരിയർ തകർന്നത്. നിരവധി വിവാദങ്ങൾക്കിടയിൽ ശ്രീശാന്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനർജി നൽകുന്ന